മാതൃക ടിവിയുടെ സമൃദ്ധിയുടെ വിഷു എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. അസുരശക്തിയുടെ മേൽ ദേവശക്തി വിജയം വരിച്ചതിന്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. പുരാതന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന കാർഷിക പഞ്ചാംഗത്തിലെ വർഷാരംഭമാണ് ഈ ദിനം. കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയായ വിഷു ആഘോഷം മലയാള മാസമായ മേടം 1-നാണ് ആഘോഷിക്കപ്പെടുന്നത്. തുല്യമായത് എന്നർത്ഥം വരുന്നതാണ് വിഷു എന്ന വാക്ക്. രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് മേടം 1. രാശിചക്രത്തിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരപഥത്തിൽ കഴിഞ്ഞ 1000 കൊല്ലത്തിനിടയിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ മൂലം ഈ തുല്യമായ ദിനം ഇപ്പോൾ മീനമാസത്തിലാണ്. എന്നാൽ ആഘോഷത്തിന്റെ പാരമ്പര്യം തുടർന്നുകൊണ്ട് നമ്മൾ ഇപ്പോഴും മേടം 1-ന് തന്നെ വിഷു ആഘോഷിക്കുന്നു. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്കുള്ള സൂര്യന്റെ പ്രയാണത്തെയാണ് സംക്രാന്തി എന്ന് പറയുന്നത്. ഏറ്റവും മഹത്തായ സംക്രാന്തിയാണ് വിഷുവിന് തലേ രാത്രി. ആയതിനാൽ വിഷു ആഘോഷവും രാത്രിയും പകലും നീണ്ടു നിൽക്കുന്നു. രാശിയിൽ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും വിഷു ആഘോഷത്തിനായി മാറ്റമില്ലാതെ ഒരു അത്യാവശ്യ കാര്യം പ്രകൃതി നിലനിർത്തിയിട്ടുണ്ട്. വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കണിക്കൊന്ന പൂക്കൾ. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കൂടിയായ ഈ മഞ്ഞപ്പൂക്കൾ കണിവസ്തുക്കളിൽ പ്രധാനപ്പെട്ടതാണ്. വേനലിൽ സ്വർണത്തിന്റെ നിധിശേഖരം തരുന്ന വൃക്ഷം എന്നാണ് കൊന്നമരത്തെ കുറിച്ച് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ആഘോഷങ്ങളും കൊണ്ടാടപ്പെടുന്നത്. ധാന്യങ്ങളുടെ വിളവെടുപ്പായ ഓണവും പഴം പച്ചക്കറികളുടെ വിളവെടുപ്പായ വിഷുവും. വിഷുവിന്റെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നായ വിഷുക്കണിക്ക് ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തോടൊപ്പം പഴവർഗ്ഗങ്ങളും പച്ചക്കറി വിഭവങ്ങളും സ്ഥാനം പിടിച്ചത് ഇതുമൂലമാണ്. അടുത്ത വർഷവും വിളവ് സമൃദ്ധമായി ഉണ്ടാകുന്നതിനായി കൃഷിയിടങ്ങളുമായും കാർഷിക ഉപകരണങ്ങളുമായും ബന്ധപ്പെട്ട ചില ആചാരങ്ങളും വിഷു ആഘോഷത്തിന്റെ ഭാഗമാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്മയുടെയും ആഘോഷങ്ങളുടെയും വിശ്വാസംസകൾ നേരുന്നതോടൊപ്പം മറ്റൊരു വിഷയവുമായി എത്തും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.